ചൊവ്വാഴ്ചയാണ് ഈ പുരസ്കാരം വിതരണം ചെയ്യുക. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾക്കൊപ്പം തന്നെ മോഹൻലാലിന് രാഷ്ട്രപതി ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം വിതരണം ചെയ്യും. ഇപ്പോൾ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ ഒരു പ്രതികരണം കൂടി ഇപ്പോൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. മോഹൻലാലിന് ആശംസകൾ അറിയിച്ചിരിക്കുകയാണ് മന്ത്രി. എന്തായാലും വലിയ നേട്ടം, അദ്ദേഹത്തിന്റെ പാരമ്പര്യവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചരിത്രവും അത് ഭാരതത്തിന് തന്നെ അഭിമാനം എന്നതാണ് ഇപ്പോൾ മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്. അജി നേരത്തെ പറഞ്ഞതുപോലെ ഏത് കഥാപാത്രം മലയാളികൾക്ക് പലർക്കും മോഹൻലാലിന്റെ ഒരു കഥാപാത്രം പെട്ടെന്ന് പറഞ്ഞാൽ പല അഭിപ്രായങ്ങൾ കാരണം അദ്ദേഹം അഭിനയിച്ച അതിമനോഹരമാക്കിയ നിരവധി കഥാപാത്രങ്ങളാണ് മലയാളികൾക്ക് മുൻപിലുള്ളത്. അവസാനം ഇറങ്ങിയ ഹൃദയപൂർവ്വം എന്ന സിനിമ പോലെ ഹൃദയത്തോട് തന്നെ മലയാളികൾ ഈ പുരസ്കാരവും ചേർത്ത് വെക്കുകയാണ്. എന്തായാലും മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ അഭിമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സന്തോഷത്തോടെ മലയാളികൾ ഇരു കൈകളും നീട്ടി ഈ പുരസ്കാരം ഏറ്റുവാങ്ങുകയാണ്. 2004 ശേഷം ഒരു മലയാളിയെ തേടി അവാർഡ് എത്തുന്നു എന്ന് പറയുന്നതും വളരെ വലിയൊരു കാര്യമാണ്. കാരണം 21 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു മലയാളിയെ തേടി ഈ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം എത്തുന്നതും. അതുകൊണ്ട് തന്നെ മലയാളികൾ വളരെയധികം സന്തോഷത്തിലാണ്. അത് തങ്ങളുടെ പ്രിയപ്പെട്ട മോഹൻലാലിന് തന്നെ ലഭിച്ചു എന്ന് പറയുന്നതിൽ മലയാളികൾ ഇരട്ടി സന്തോഷത്തിലാണ്. ഇത് മലയാള സിനിമയിൽ തന്നെ അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ മറ്റാർക്കും ഒരു എതിരഭിപ്രായം ഇത് ഈ വിഷയത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഇത് അല്പം വൈകിപ്പോയി എന്നുള്ള അഭിപ്രായം പലരിൽ നിന്നും ഉയർന്നേക്കാം. പക്ഷേ അർഹതപ്പെട്ട അല്ലെങ്കിൽ അർഹിക്കുന്ന ആൾക്ക് തന്നെ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ഇത്തവണ ലഭിച്ചു എന്ന് പറയുന്നതിൽ എല്ലാവരും സന്തോഷത്തിലാണ്. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ മാറ്റി നിർത്താൻ അല്ലെങ്കിൽ ഇന്ത്യ സിനിമാ ചരിത്രത്തിൽ ഒരു നിർണായക പങ്ക് വഹിച്ച ഒരു വ്യക്തി കൂടി തന്നെയാണ് മോഹൻലാൽ. മോഹൻലാൽ ഇപ്പോൾ അരവിന്ദ് 1978 മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലൂടെ ഒരു വില്ലനായി മലയാളത്തിന്റെ സിനിമാ ലോകത്തേക്ക് കടന്നു വന്ന മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം പുരസ്കാരങ്ങളുടെ നേട്ടങ്ങളുടെ പട്ടിക എടുക്കുകയാണെങ്കിൽ അത് ഒരുപാടുണ്ട്. 350-ലേറെ സിനിമകളിൽ അഭിനയത്തിന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം 5 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഇതിനു മുൻപ് നേടിയിട്ടുണ്ട്. 9 കേരള സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. 9 തവണ ഫിലിം ഫെയറിന്റെ അവാർഡ്, അങ്ങനെ അന്താരാഷ്ട്ര ഫിലിം അക്കാദമി അവാർഡ്, 2 സൗത്ത് ഇന്ത്യൻ ഇന്റർനാഷണൽ ഫിലിം അവാർഡ്, 8 കേരള ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ അവാർഡ്. അങ്ങനെ പുരസ്കാരങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്ത തരത്തിലുള്ള പുരസ്കാര നേട്ടങ്ങളാണ് മോഹൻലാലിനെ തേടിയെത്തിയത്. ആ പുരസ്കാരങ്ങൾക്കൊക്കെ മേലെയാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ്.